ശ്രീ എം ജയചന്ദ്രനിലേക്ക് ഏറ്റവും ആദ്യം. ശ്രീ എം ജയചന്ദ്രൻ, പുതിയ വഴികളാണ് നവകേരളത്തിന് മുഖ്യമന്ത്രി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ മേലുള്ള ചർച്ച നടക്കുന്നു. വൈകുന്നേരം ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതുവരെ നടന്ന ചർച്ചയിൽ 27-ൽ 20 പേരും അതിനെ സ്വാഗതം ചെയ്തത് പറഞ്ഞതൊക്കെ അങ്ങും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഈ പുതിയ വഴികൾ കേരളം എങ്ങനെയാണ് കാണേണ്ടത്? CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്നലെ അവതരിപ്പിച്ച് ഇന്ന് ചർച്ച ചെയ്ത ഈ നയരേഖ, അതൊരു നയരേഖയാണ്. ആ നയരേഖ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സംസ്ഥാനം ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരള മോഡലിൻ്റെ പേരിലാണ്. കേരള മോഡൽ വികസന തന്ത്രം, അതാണ് കേരളത്തിനകത്തും പുറത്തും രാജ്യാന്തര വേദികളിലും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ ഇടയാക്കിയിട്ടുള്ളത്. ആ കേരള മോഡലിൻ്റെ വികസനത്തിൽ നമ്മൾ നേടിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സാമൂഹിക വികാസത്തിലൂന്നിയുള്ള നേട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് അടിസ്ഥാനപരമായി വന്നത് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ നിയമം, പിന്നീട് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ വലിയ പുരോഗതി, ശിശുമരണ നിരക്ക് കുറയ്ക്കൽ, മാതൃമരണ നിരക്ക് കുറയ്ക്കൽ, പിന്നീട് സാക്ഷരതാ യജ്ഞം, അതിനുശേഷം ജനകീയാസൂത്രണം, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ സാമൂഹിക വികാസ ഘടകങ്ങളിൽ വളരെ വളരെ മുമ്പോട്ട് പോയി. ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലവാരത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയത്. ചിലപ്പോഴൊക്കെ എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലെ ചെറിയ രാജ്യങ്ങളോട് കടപിടിക്കത്തക്ക നിലയിൽ, വികസിത രാഷ്ട്രങ്ങളോട് കടപിടിക്കത്തക്ക നിലയിൽ അത് വന്നതായിട്ട് ചർച്ച എത്രയോ പ്രാവശ്യം നടന്നിട്ടുള്ളതാണ്. പക്ഷെ ഒരു പ്രശ്നം, ഒരു പിന്നോട്ടടി അക്കാര്യത്തിലൊക്കെ ഉണ്ടായത്, ഈ കേരള മോഡലിൽ ഉണ്ടായത് സാമ്പത്തിക വികാസത്തിൽ അത്ര കണ്ട് മുമ്പോട്ട് വന്നില്ല എന്നുള്ളതായിരുന്നു. സാമൂഹിക വികാസത്തിൽ നമ്മൾ വലിയ തോതിൽ മുന്നേറിയെങ്കിലും കേരള മോഡൽ സാമ്പത്തിക വികാസത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല. അത് ഇടതുപക്ഷം എന്നും ഗൗരവത്തോടെ, ഏറ്റവും പ്രധാനമായി CPM വളരെ സജീവമായി ചർച്ച ചെയ്തു പോരുന്നൊരു വിഷയമാണ് എങ്ങനെയാണ് നമുക്ക് സാമ്പത്തികമായി മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളത്. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ വിവിധ തലങ്ങളിൽ അത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 2022 നടന്ന സമ്മേളനത്തിൽ, രണ്ടാം പിണറായി സർക്കാരും വന്നതിന് ശേഷം നടന്ന കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ, കൊച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു നയരേഖ അവതരിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. അതിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനാനുഭവങ്ങൾ, ഏതു തരത്തിലാണ് അത് ചെയ്തത്, അതിൻ്റെ അനുഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പുതിയ കേരളത്തിലേക്കുള്ള നയരേഖ ഇന്നലെ അവതരിപ്പിച്ച് ഇന്ന് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ വലിയ തോതിലുള്ള ഏകപക്ഷീയമായ ഒരു വികാസത്തിൻ്റെ പ്രശ്നമേ അല്ല അവിടെ വരുന്നത്. വൻകിട വ്യവസായ മേഖലകളിൽ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് സമാപിച്ച ഗ്ലോബൽ സമ്മിറ്റിൽ 1,52,000 കോടി രൂപയുടെയാണല്ലോ വന്നത് നിക്ഷേപ പദ്ധതികളുടെ വാഗ്ദാനങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വരുന്നത് അതിലും ഈ പ്രാദേശികമായ വികാസം, വൻകിട വ്യവസായങ്ങളോടൊപ്പം തന്നെ പ്രാദേശിക സർക്കാരുകളുടെ, പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവ രണ്ടും കൂടെ ക്രോഡീകരിച്ച് വൻകിട വ്യവസായങ്ങളും പ്രാദേശികമായ തൊഴിൽ സാധ്യതകളും മുൻനിർത്തിയാണ് ഈ പുതിയ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട രേഖ മുമ്പോട്ട് വെക്കുന്ന സമീപനം എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അത് എത്രത്തോളം ആണ് കേരളത്തെ സഹായിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും സവിശേഷമായ ഒരു ഘടകം തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ കക്ഷി ഇത്തരത്തിൽ ഗൗരവമായി തങ്ങളുടെ നാടിനെ ബാധിക്കുന്ന കേവലമായ രാഷ്ട്രീയ ഈ വാഗ്വാദങ്ങൾക്കോ അല്ലെങ്കിൽ താൽക്കാലികമായ ഭരണനിർവഹണത്തിനോ അപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു നയരേഖ ആസൂത്രണം ചെയ്യുകയും സാമ്പത്തികമായി തന്നെ അതെങ്ങനെയാണ് സംസ്ഥാനത്തെ മെച്ചപ്പെടുത്തുക എന്ന് വിവിധ തലങ്ങളിൽ ആലോചിക്കുകയും ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു എക്സർസൈസാണത്. ശരിക്കും ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഉത്തമമായ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് മുൻപില്ലാത്ത വിധം ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് അവതരിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇത് വരുമ്പോൾ CPM തന്നെ മറയില്ലാതെ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഗോവിന്ദൻ മാഷ് ഇന്നലെയും ഇന്നും ആവർത്തിച്ചിട്ടുമുണ്ട്. 3ാം ടേം തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ 3ാം ടേം ലക്ഷ്യം വെക്കുമ്പോൾ
അവിടെ കേരളം മുമ്പോട്ട് പോകേണ്ട സൂചകങ്ങളായ വസ്തുതകൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ പാർട്ടി മറ്റൊരു ലക്ഷ്യമായിട്ട് കാണുന്നുമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നയങ്ങളും നടപടികളുമാണ് ഈ വികസന രേഖയിലൂടെ മുമ്പോട്ട് കൊണ്ടുവരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് മാഷയുടെ പത്രസമ്മേളനത്തിലും ആ തരത്തിലാണ് അദ്ദേഹം വിശദീകരിച്ചത്. മൂന്നാം ഭരണത്തിന് വേണ്ടി തന്നെയാണ് പാർട്ടി അത് കാണുന്നത്, മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതെ.